സിനയുടെ വിഷയം പറഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഓരോ അവയവങ്ങൾക്കും സിനയുണ്ട്. ആ സിനയാണ് നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ടത്. മഹാന്മാര് വിശദീകരിച്ചു. സ്വഹീഹ് മുസ്ലിമിൽ ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി രേഖപ്പെടുത്തി, അൽ ഐനാനി സിനാഹുമാ അന്നദുറു, രണ്ട് കണ്ണിനും സിനയുണ്ട്, കാണാൻ പാടില്ലാത്തതിലേക്ക് നോക്കലാണ്. വൽ ഉദ്നാനി സിനാഹുമാ അൽ ഇസ്തിമാഉ, രണ്ട് കാതിനും സിനയുണ്ട്, കേൾക്കാൻ പാടില്ലാത്തതിലേക്ക് കാതുകൂർപ്പിക്കലാണ്. വൽ ലിസാനു സിനാഹുൽ കലാം, പറയാൻ പാടില്ലാത്തത് പറയുന്നത് നാവിന്റെ സിനയാണല്ലോ. വൽ യദു സിനാഹ അൽ ബത്ഷു, അതേ പിടിക്കാൻ പാടില്ലാത്തത് പിടിക്കുന്നത് കയ്യിന്റെ സിനയാണല്ലോ. വർരിജ്ലു സിനാൽ ഖുതാ, നടക്കാൻ പാടില്ലാത്ത ഇടത്തേക്ക് നടക്കുന്നത് കാലിന്റെ സിനയാണല്ലോ. ഇവിടെ വേശ്യാവൃത്തിയുള്ള ആണിലേക്കും പെണ്ണിലേക്കും മാത്രമല്ല സൂചന, അതിലേക്ക് ചെറിയൊരു പ്രേരണ നൽകുന്ന എന്തെങ്കിലുമുണ്ടോ, ആ വിഷയമൊക്കെ ഇതിൽ പെട്ടിട്ടുണ്ട് എന്ന് മഹാന്മാരായ മുഹദ്ദിസുകൾ, ഹദീസ് വിശദീകരിക്കുന്ന മഹാന്മാര് വിശദീകരിച്ചു തന്നിട്ടുണ്ടേ. അന്യപെണ്ണിനോട് സംസാരിക്കാൻ ഇടയാളനായി നിന്നിട്ട് എഴുത്തു തരുന്ന ആളിലേക്കും നീ പോകരുത് എന്ന് വരെ മഹാന്മാര് ഹദീസ് വിശദീകരിച്ചിട്ടുണ്ട്. അത്തരത്തിലുള്ള ചൊങ്കും ചൊറുക്കുമുള്ള പാട്ട് കേട്ടിട്ട് താല്പര്യം കൊള്ളരുത് എന്ന് സിനയായി വിശദീകരിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള വേശ്യാവൃത്തികളൊക്കെ നിന്റെ അവയവങ്ങളിൽ വന്നാൽ വൽ ഖൽബു യഹ്വാ, ഖൽബ് കൊതിക്കും, വയതമന്ന ആഗ്രഹിക്കും, വയുസദ്ദിഖു ദാലികൽ ഫർജു വയുകദ്ദിബുഹു, നിന്റെ ഗുഹ്യസ്ഥാനം ഒരു പക്ഷേ അത് സാക്ഷാത്കരിക്കും, അല്ലെങ്കിൽ അത് നിരാകരിക്കും. നിരാകരിച്ചാൽ നീ രക്ഷപ്പെട്ടുപോയി, സാക്ഷാത്കരിച്ചാൽ നീ കുടുങ്ങിപ്പോയി. അപ്പൊ ശരീരത്തിന്റെ അവയവങ്ങളിൽ ഓരോ ഭാഗങ്ങളിലും വരുന്ന സിനയുണ്ട്. ആ സിനയല്ലേ ഇന്ന് അധികരിച്ചു വരുന്നത്, അതിലൂടെയല്ലേ മറ്റുള്ളതിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. 10 വയസ്സുകാരൻ, 12 വയസ്സുകാരൻ, 13 വയസ്സുകാരൻ വേശ്യാവൃത്തി ചെയ്യുന്ന കാലമാണെന്ന് നമ്മൾ കേൾക്കുമ്പോ എന്താണ് അതിന്റെ പിന്നിലുള്ള അവസ്ഥ? ഈ പറഞ്ഞ ഹദീസിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കണം, സിനയിലേക്ക് അടുപ്പിക്കുന്ന ഏതെങ്കിലും ഒരു വസ്തു, ഒരു ഉപകരണം, ഒരു നടത്തം, ഒരു യാത്ര, ഒരു ചിന്ത, ഒരു വായന, ഉമ്മമാരെ മക്കൾക്ക് അന്യമാക്കിക്കോ, ബാപ്പമാരെ അതന്യമാക്കിക്കോ. അല്ലെങ്കിൽ അവർക്ക് വഴിയൊരുക്കി കൊടുത്തതിന് അള്ളാഹു നമ്മളെ പിടികൂടിയാൽ നമ്മൾ കുടുങ്ങിയത് തന്നെ. അതുകൊണ്ട് ആ വിഷയം നന്നായി ശ്രദ്ധിക്കണം. നമ്മൾ ചെറിയ രൂപത്തിൽ ശ്രദ്ധിച്ചാ പോരാ. ചെറിയ കുട്ടികൾ, ചെറിയ പ്രായമുള്ള കുട്ടികൾ, സുബ്ഹാനല്ലാഹ്, 5ാം ക്ലാസ്സിലും 6ാം ക്ലാസ്സിലും പഠിക്കുന്ന പെൺകുട്ടികൾ വാഹനം ഓടിച്ചു പോകുന്നു. നിങ്ങളതിൻ്റെ ഒരു കേട് ചെറിയ രൂപത്തിൽ ഞാനൊന്ന് പറയട്ടെ. സ്കൂളിലെ ഫ്രണ്ടായ ഒരു കുട്ടി വഴിയിൽ എവിടെച്ചെങ്കിലും ഒന്ന് കൈ കാണിച്ചിട്ട് ഞാനും ഉണ്ട് എന്നൊന്ന് പറഞ്ഞിട്ടൊന്ന് കയറാൻ സമ്മതം ചോദിച്ചു. അവളൊന്ന് കയറ്റിയാൽ എന്തുണ്ടാകും അതിൻ്റെ അവസ്ഥ? എങ്ങനെയുണ്ടാകും അതിൻ്റെ അവസ്ഥ? എല്ലാവർക്കും പഠിപ്പിക്കാനല്ലേ താല്പര്യം. നിങ്ങളൊക്കെ എന്നോട് എതിർക്കുന്നുണ്ടാകും. പക്ഷെ എനിക്കൊരു സന്തോഷമേ ഉള്ളൂ. നിങ്ങൾ എതിർക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. എനിക്ക് വരൂലേ, നമ്മുടെ മക്കൾക്ക് നമ്മളത് പഠിപ്പിക്കണം എന്നാ പറഞ്ഞു. ബാക്കിയുള്ളതൊക്കെ നമുക്ക് സുരക്ഷിതമായിട്ട് വ്യാഖ്യാനിക്കാം. അതുണ്ടാകില്ലെങ്കിൽ ഉസ്താദെ ആർക്ക് തീർച്ചപ്പെടുത്തി പറയാൻ കഴിയും? സ്വാലിഹത്തുകളായ ആണിനും പെണ്ണിനും ജനിച്ച കുട്ടികൾ ഇന്ന് പോയി ചേരുന്ന അവസ്ഥകൾ നിങ്ങൾക്കറിയുമോ? പിന്നെ നമുക്കെന്ത് ഗ്യാരണ്ടിയുള്ളത്? നമുക്കെന്ത് ബാല്യമുള്ളത്? ചെറിയ കുട്ടികൾ, 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ നിങ്ങൾ കണ്ടില്ലേ? കൊടുവള്ളിയിലേക്കും കുന്നമംഗലത്തേക്കും പല ഭാഗത്തേക്കും ഇവിടെ നിന്ന് അങ്ങോട്ട് പോകാൻ. പേരെന്തെങ്കിലും ചെറിയ പേരുണ്ടാകും, അവിടെ പോകാൻ അവിടെ പോകാനാണ്. അവിടെ എത്തി ഇവിടെ എത്തി എന്നൊക്കെ കേൾക്കുന്നുണ്ടാകും. എൻ്റെ വഴിയിൽ തടസ്സം ഉണ്ടായി 100 കൂട്ടം നുണ പറയാൻ അറിയില്ലേ? വഴിയിലൊരു തടസ്സം ഉണ്ടായതല്ല, ഒരുത്തൻ പിന്നാലെ കൂടി ഒരു ഫ്രണ്ടിനെ കണ്ടു, അല്ലെങ്കിൽ ഒരു ബാക്കിനെ കണ്ടു, അല്ലെങ്കിൽ ഒരു സെന്റർ കണ്ടു, നടുവുള്ള ഒരാൾ. ഇവരൊക്കെ കണ്ടിട്ട് അവരെ പിന്നാലെ സംസാരിച്ചിരുന്ന വേറൊന്നുമില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, എങ്ങനെ ഉണ്ടാകും അവസ്ഥ? വഹുർരിമ ദാലികാലിൽ മുഅ്മിനീൻ, ചെറുപ്പകാലം മുതൽക്ക് വന്നുകൊണ്ടിരിക്കല്ലേ. അതുകൊണ്ട് നമ്മൾ ശരിക്കും ആ വിഷയം ശ്രദ്ധിക്കേണ്ടതുണ്ട്. പൊതുവെ എൻ്റെ സഹോദരന്മാരോട് സഹോദരിമാരോട് ഞാൻ പറയട്ടെ, സഹോദരിമാരെ, നിങ്ങൾ നല്ല ഹയാ സ്വീകരിക്കണം.
നിങ്ങൾ വേണമെങ്കിൽ ഒരു ഓട്ടോ വിളിച്ച് നിങ്ങൾ പോയിക്കോളൂ, കാശ് കൊടുത്താലും അത്ര പ്രശ്നമല്ല. ഒരു കാറ് നിങ്ങൾ വാടകയ്ക്ക് വിളിച്ച് പോയിക്കോളൂ, അത്ര പ്രശ്നമല്ല. ഈ ചെറിയ ബൈക്കും ഓടിച്ചുകൊണ്ട് ഇങ്ങനെ പോകുന്നത് സത്യത്തിൽ ഹയാ തീരെയില്ല എന്നുള്ളതിൻ്റെ ലക്ഷണമാണ്, ഒരു പ്രധാനപ്പെട്ട അടയാളമാണ്. എല്ലാ ഭാഗത്തും അത് കണ്ടു തുടങ്ങി. അത് ഈ സിനയിലേക്കുള്ള ഒരു വലിയ സ്റ്റെപ്പാണ്, വെറുതെ പറഞ്ഞതല്ല. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖിയാമത്ത് നാളിന്റെ അടയാളങ്ങൾ എണ്ണിയപ്പോ അടയാളങ്ങളെ കൂട്ടത്തിൽ ഒരു അടയാളം കാണാം, പുരുഷനും സ്ത്രീയും ഒരുപോലെ വാഹനത്തിൽ സഞ്ചരിക്കുന്ന കാലം. നിങ്ങൾ മറിച്ചു നോക്ക്, ഇമാം ബൈഹഖി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം വിശാലമായിട്ട്. ഇനി എങ്ങോട്ടാ പോകേണ്ടത്? ഇനി ഏത് കാലം അന്വേഷിക്കേണ്ടത്? അതുകൊണ്ട് ഞാൻ എൻ്റെ സഹോദരങ്ങളോട് പറയട്ടെ, വളരെ കരുതലോടെ നീങ്ങണം നമ്മൾ. ശരിക്കും നിങ്ങൾ ആലോചിച്ചു, 4-5 മക്കളുള്ള അക്കൂട്ടത്തിൽ ഒരു കുട്ടിയെ വിവാഹം ചെയ്തയച്ച ഒരു പെണ്ണ്, ഏകദേശം ആ പെണ്ണിന്റെ വികാരശമനങ്ങളൊക്കെ ഒതുങ്ങിയിട്ടില്ല. ഒന്ന് ചിന്തിച്ചു നോക്ക്. അങ്ങനത്തെ ഒരു പെണ്ണ് തന്റെ 2ാമത്തെ മകന്റെ പ്രായത്തിലുള്ള ചെറുപ്പക്കാരന്റെ കൂടെ പോയി എന്ന് പറഞ്ഞാൽ എന്താണ് ഇതിന്റെ അവസ്ഥ? തിരിച്ച് ആണുങ്ങളുണ്ട്, പെണ്ണുങ്ങളെ മാത്രം ഞാൻ കുറ്റപ്പെടുത്തുകയിൽ ആണുങ്ങളുണ്ട്. 15 വയസ്സുകാരന്റെ കൂടെ ടീച്ചർ ഓടിപ്പോയി. എന്താ അതിന്റെ അവസ്ഥ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. നമ്മൾ ശ്രദ്ധിക്കണം, നമ്മൾ തല കൊടുത്ത് ചിന്തിക്കണ്ടേ? നമ്മൾ ജന്മം നൽകുന്ന ആളുകൾ മാത്രമായാൽ മതിയോ? ഇവർക്ക് ജന്മം നൽകാൻ മാത്രം ഒരു പക്വതയും പാകതയും ആണോ അള്ളാഹു നമ്മിൽ വെച്ച് തന്നിരിക്കുന്നത്? ഒരിക്കലുമല്ലല്ലോ. അവരെ നിയന്ത്രിക്കാനും നല്ല നിലക്ക് കൊണ്ടു നടക്കാനും നിരീക്ഷിക്കാനും നല്ല സ്നേഹത്തോടെ വളർത്താനും ഇസ്ലാമിക വിശുദ്ധിയിൽ കൊണ്ടുവരാനും അള്ളാഹു നമുക്ക് മാർഗം തന്നിട്ടില്ലേ? ആ വഴിയിലാണ് അവരെ വളർത്തേണ്ടത്, ഒരിക്കലും കേടാക്കി